നാളത്തെ സൂചനാ സമരത്തിൽ നിന്ന് പിന്മാറി സിനിമാ നിർമ്മാതാക്കളുടെ സംഘടനകൾ. മന്ത്രി സജി ചെറിയാനുമായുള്ള ചർച്ച വിജയം. ആവശ്യങ്ങളിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ പരിഹാരമുണ്ടാകുമെന്ന് ഉറപ്പ് ലഭിച്ചതായി സംഘടനകൾ. ബഹുമാനപ്പെട്ട മന്ത്രിയായിട്ട് വിവിധ വകുപ്പുകൾ മന്ത്രി ഏകോപിപ്പിച്ച് മന്ത്രിയായിട്ടുള്ള ചർച്ച കഴിഞ്ഞതേ ഉള്ളൂ. ആ ചർച്ച പ്രകാരം ഞങ്ങൾ ഉന്നയിച്ച ഏറ്റവും വലിയ ഒരു ഇഷ്യൂ ഡബിൾ ടാക്സേഷൻ എന്ന് പറഞ്ഞ സംഭവമാണ്. എൻ്റർടൈൻമെൻറ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ അത് അനുഭാവപൂർവ്വം അത് പരിഗണിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയുമായിട്ട് ചർച്ച ചെയ്തിട്ട് അതിൻ്റെ വേണ്ട രീതിയിലുള്ള ഇളവുകൾ നൽകാമെന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഞങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള വിവിധ വകുപ്പുകളിൽപ്പെട്ട കാര്യങ്ങൾ അതും ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു 2 വീക്സിനകത്ത് ഈ നിയമസഭ നടക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഞങ്ങളുമായിട്ട് വീണ്ടും ചർച്ചകൾ ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് ബാക്കി വകുപ്പുകളുമായിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ദേവിക ചേരുന്നുണ്ട്. ദേവിക, നാളത്തെ സൂചനാ സമരത്തിൽ നിന്ന് പിന്മാറി സിനിമാ നിർമ്മാതാക്കളുടെ സംഘടനകൾ. മന്ത്രി സജി ചെറിയാനുമായുള്ള ചർച്ച വിജയം കണ്ടിരിക്കുന്നു അല്ലേ? എന്തൊക്കെ ആവശ്യങ്ങളാണ് അവർ മുന്നോട്ട് വച്ചത്? ഗോപിക, അവർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ GSTക്ക് പുറമെ ഇവർക്ക് വിനോദ നികുതി അടയ്ക്കേണ്ടതുണ്ട്. ആ വിനോദ നികുതി എടുത്തു കളയണമെന്ന ആവശ്യമാണ് പ്രധാനമായിട്ടും സിനിമാ സംഘടനകൾ മുന്നോട്ട് വെച്ചത്. എന്നാൽ നികുതി ഇളവ് നൽകാമെന്ന കാര്യമാണ് മന്ത്രി ഇവരോട് പറഞ്ഞിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ധനമന്ത്രിയോടും മുഖ്യമന്ത്രിയോടും ചർച്ച നടത്താമെന്ന് സജി ചെറിയാൻ വാക്ക് നൽകിയിട്ടുണ്ട്. ഈ മന്ത്രിയുടെ ഈ വാക്കിന്റെ അടിസ്ഥാനത്തിലാണ് നാളെ നടത്താനിരുന്ന സൂചനാ പണിമുടക്കിൽ നിന്നും ഇവർ പിന്മാറിയത്. ഷൂട്ടിങ്ങും തിയേറ്ററും സ്തംഭിപ്പിച്ച് പണിമുടക്ക് നടത്താനായിരുന്നു സിനിമാ സംഘടനകളുടെ തീരുമാനം. എന്നാൽ അതിൽ നിന്ന് ഈ ചർച്ച വിജയകരമായി അവസാനിച്ചതോടെ താൽക്കാലികമായി ഈ സമരത്തിൽ നിന്ന് പിന്മാറുകയാണ് സിനിമാ സംഘടനകൾ. ഈ GSTക്ക് പുറമേയുള്ള വിനോദ നികുതി എടുത്തു കളയുക, വൈകുന്നേരം 6 മണിക്ക് ശേഷം സിനിമാ തിയേറ്ററുകൾക്ക് പ്രത്യേക വൈദ്യുതി താരിഫ് ഏർപ്പെടുത്തുക, KSFDCക്കും ഈ ചലച്ചിത്ര അക്കാദമിക്കും എല്ലാ വർഷവും വിവിധ തിയേറ്ററുകളിൽ നിന്ന് പണം സ്വരൂപിച്ച് 1.5 കോടി രൂപ സംഭാവനയായി കൈമാറാറുണ്ട്. അത്തരത്തിൽ സംഭാവന നൽകുന്നത് നിർത്തലാക്കുക. ഈ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ 5 ലക്ഷം രൂപ സർക്കാർ നൽകാറുണ്ട്. അത് 25 ലക്ഷമായിട്ട് ഉയർത്തണം തുടങ്ങിയ വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇത്തരത്തിൽ സിനിമാ സംഘടനകൾ ഇത്തരത്തിൽ ഈ സമരവുമായി മുന്നോട്ട് വന്നത്. എന്തായാലും ഇക്കാര്യം ധനമന്ത്രിയുമായി മുഖ്യമന്ത്രിയുമായി കൂടിയാലോചിച്ച് 2 ആഴ്ചക്കകം കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്താമെന്ന ഉറപ്പ് ലഭിച്ചതോടെയാണ് ഈ സിനിമാ സംഘടനകൾ സമരത്തിൽ നിന്നും പിന്മാറിയത്. ഗോപിക.